ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കനകച്ചിളങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. മതിമോഹന ശുഭനർത്തനമാടുന്നേ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. അനുരാഗത്തിന്റെ പൂങ്ങൾ ആടുമേയ്ക്കാൻ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്ന പ്രണയിനിയെ തടയുന്ന കാമുകന്റെ സ്നേഹവായ്പുവിലാണ് എന്നിങ്ങനെ പ്രണയത്തിന്റെ അപൂർവ ചാരുത. അവയ്ക്കൊപ്പം വേർപാടിന്റെ ദുഃഖം. ഇങ്ങനെ വിവിധ ഭാവങ്ങൾ എൻ്റെ കാവ്യനർത്തകി തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. പക്ഷേ ഒരിക്കൽ സാമൂഹ്യ അസമത്വങ്ങൾക്കും ജന്മി കുടിയാൻ വ്യവസ്ഥയിലെ അനീതിക്കുമെതിരായി രൗദ്രഭാവം പൂണ്ട് വാളെടുത്തു. ഇതിനൊക്കെ പ്രതികാരം ചെയ്യുവാൻ പിന്മുറക്കാരോട് ആഹ്വാനം ചെയ്തു. അതാണ് വാഴക്കുല എന്ന എൻ്റെ കവിത. ഇപ്പോൾ ഞാൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് എന്ന് മനസ്സിലായി കാണുന്നത്. ഇതൊരു വാരത്തൈയാണല്ലോ, എവിടെ നിന്ന് കിട്ടി? ഇന്ന് പണി കഴിഞ്ഞപ്പോൾ ഇതൊരെണ്ണം ഇടത്തോട്ടേന്ന് ചോദിച്ചു കൊണ്ടോയിക്കോളാൻ പറഞ്ഞു. ഞാളി പൂവണ തമ്പുരാൻ സ്നേഹമുള്ളവനാ അല്ലേ? എന്നെന്തോ സമ്മതിച്ചു. നീ ഇത്തിരി വല്ലമെന്നിരിക്ക്, ഞാനിതൊന്നും നടട്ടെ. ഇതൊരു വാഴത്തൈയാണ് മോളെ. വാഴത്തയ്യോ? അതെ, ഇക്കൊല്ലം ഇത് കായ്ച്ചാൽ നമുക്ക് നല്ല പഴുത്ത പഴം കഴിക്കാം. ശരിക്കും? ശരിക്കും. പക്ഷെ ഇത് നന്നായി വളരണം, കൃത്യമായി വെള്ളം വയ്ക്കണം, പിന്നെ വളം വരണം. നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഞങ്ങളെ കൊണ്ട് പറ്റും. ഇത് ഞങ്ങളെ വളർത്തും. വാരയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണോ? ജോലിക്ക് പോണ്ടേ? എടി, ഇത് കുറച്ചു തുടങ്ങി. ഈ കൊല്ലം എന്റെ കുട്ടികൾക്ക് പഴുത്ത പഴം കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതൊക്കെ നടക്കും. നിങ്ങൾ വാ മക്കളെ, നമ്മൾ ജോലിക്ക് പോവുകയാണ്. എല്ലാം നോക്കിക്കോണേ. ശരി അമ്മേ. സ്വാദുള്ളതായിരിക്കും. അതന്നെ. ഇപ്പൊ തന്നെ നാക്കത്ത് വെള്ളം വന്നു. ഓ, നിങ്ങൾ നോക്കിക്കോ, അന്ന് അച്ഛൻ അതാ അരിവാങ്ങാൻ വല്ലവർക്കും വെട്ടി വിൽക്കും. കഴിഞ്ഞാക്ക് കൊണ്ടുവരണം പഴയതൊരാഴ്ച. ഇത് പരമായാൽ ആരും കാണാതെ പകുതി ഞാൻ ഒറ്റയ്ക്ക് കെട്ടി തന്നു.
അങ്ങനെ വല്ലതും ചെയ്താൽ എനിക്ക് നല്ല ചൊട്ടാരി തരും. നമ്മളുടെ അച്ഛനും അമ്മയും വാഴ നന്നായി നോക്കണമെന്നല്ലേ പറഞ്ഞത്. രണ്ടുപേരും കുറച്ച് വെള്ളം കൊണ്ടുവരും. കൊതിയ സമാജം നടന്നു വന്നു കഴിവതും വേഗം കുലയ്ക്കണമെന്നുള്ളത് കരുതിയിരിക്കും ആ വാഴക്കോലം. എന്നെ വിളിച്ചോ? നീര് നോക്കിയേ, പറമ്പൊക്കെ പഴുത്ത് തുടങ്ങി. ഇനിയും നെട്ടിയ വല്ലോ കിളിയോ ഒക്കെ കൊണ്ടുപോകും. നീയെ വെട്ടൂത്തിനെടുക്ക്, ഇത് നമുക്ക് പഠിപ്പിക്കാം. ഇത് കൊടുത്ത അടിമേടിക്കാനാണോ അച്ഛാ? ഇല്ലില്ല, ഇത് കൊടുക്കണില്ല, നിങ്ങളുടെ തന്നെയാ. കണ്ടോ കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് നമുക്ക് മാത്രമുള്ളതാണെന്ന്. അയ്യോ, അവിടെ തല്ലി പഠിക്കേ. ആ ഉള്ള അങ്ങാടി പോയി. നല്ല ഒന്നാന്തരം ഞാലിപ്പൂവന മുറ്റിയിലേക്കുക. പഠിപ്പിക്കാൻ പറ്റിയ സമയം. നീ ഇന്ന് തന്നെ ഇന്നത്തേക്ക് കൊണ്ടുപോവാ. അയ്യോ, ഇത് കൊണ്ടുപോയി തമ്പുറ. പറ്റില്ല, ഈ പോലെ എന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞു പോയി തമ്പുറ. ഞാൻ അങ്ങേര് കാല് പിടിക്കാം. അസത്യം, നിങ്ങൾ പണിയെ ചെയ്തു മതി. എന്റെ പിള്ളേർ വളർത്തിയ വാഴയാണ് തമ്പുറ. ഇത് ഞങ്ങളുടെയാ, ഇത് ഞങ്ങളുടെയാ. നീ അവർ മാത്രം അത് ഞാൻ എല്ലാത്തിനെയും ചാത്ത് വേണല്ലോ. നല്ല അതിഥിയാണോ? അയ്യോ, വേണ്ട തമ്പുറ, വേണ്ട തമ്പുറ, ഞാൻ കൊല കൊണ്ടുവരാം. അങ്ങനെ വഴിക്ക് വാ. മക്കളെ, നിങ്ങൾ മാറി നിൽക്ക്. പാടു, നീയെ വെട്ടൂത്തിനെടുക്ക്. ഒരു പഴം താച്ച. ഒരു മരം താഴ്ച കൊതിയായിട്ടല്ലേ. കളിയല്ലേ മക്കളെ, നിങ്ങൾക്കായി അച്ഛൻ വേറെ ഒരു വാഴ വെച്ച് തരും. കൽപ്പിച്ചു തമ്പിരാൻ ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. മലയൻ നടന്നു നടക്കുന്നു മാടത്തിൽ അലയും മുറയും നിലവിളിയും. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, ഇവരുടെ സങ്കടം ആരറിയാൻ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ